മോനെ രാജേഷേ, ആ ഇങ്ങോട്ട് നോക്കിയേ. ഇനിയും നീ എഴുന്നേറ്റിട്ടില്ലേ? മോനെ, നിനക്ക് നല്ല പനിയുണ്ടല്ലോ. മഞ്ജു എവിടെ പോയി? മഞ്ജു 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 എവിടെ പോയി? മഞ്ജു രാവിലെ എങ്ങോട്ടോ പോകുന്ന കണ്ടു. ഇതൊന്നും ശരിയല്ല. അവളുടെ ഭർത്താവ് സുഖമില്ലാതിരിക്കുക. മഹാറാണി ഭയങ്കര റൗണ്ട്സിലാണെന്ന് തോന്നുന്നു. എവിടെ ഫോണ്? വേണ്ടമ്മേ, അവളെ വിളിക്കണ്ട. അവൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വീട്ടിലേക്ക് പോയിരിക്കുന്നത്. മരുന്ന് കഴിച്ചാൽ എനിക്ക് ശരിയാവുന്നതേ ഉള്ളൂ. നീ ഒന്നും മിണ്ടായിരിക്കേ. ഹലോ മോളെ, ഇവിടെ രാജേഷിന് പനി കൂടുതലാണ്. നിനക്ക് എങ്ങനെ തോന്നി വെളിയിൽ പോകാൻ? എക്സ്ക്യൂസ് മീ അമ്മായിമ്മേ, ഞാൻ കറങ്ങാൻ വന്നതല്ല. ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്താ വന്നത്. അത് രാജേഷിന് അറിയാവുന്ന കാര്യമാണ്. നിന്റെ ഭർത്താവിനേക്കാളും നിന്റെ ഫ്രണ്ടാണോ നിനക്ക് ഏറ്റവും വലുത്? എന്റെ ഭർത്താവ് ആകുന്നതിന് മുന്നേ നിങ്ങളുടെ മോനല്ലേ. ഒരു ദിവസം നോക്കിയെന്ന് പറഞ്ഞ് മാനൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഇങ്ങോട്ട് നോക്ക് മോളെ. എന്തിനാ എന്റെ മോൻ എങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് കാണിക്ക്. പക്ഷെ നീ ഇങ്ങോട്ട് വാ. വാ, എന്റെ മോന് വേണ്ടി. അമ്മേ, എന്തു പറ്റി? ഇത് വെച്ചോ. ഇത് നിങ്ങളുടെ മോന് കൊടുക്കണം. പനിയല്ലേ, ശരിയായിക്കോളൂ. അല്ലെ, എന്തു പറ്റി? ഇതെല്ലാം തലയിൽ കൂടെ ഓടുന്ന നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? ലോകത്തിന് മുഴുവൻ പനി വരും. അവൻ അസുഖമേ ഉള്ളൂ, മരിച്ചു പോയിട്ടില്ല. നിങ്ങളുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വയ്യാന്ന്. നിങ്ങളെന്താ നാടകം കളിക്കാണോ? മാന്ത്രിക കാണിക്കാണോ എന്നോട്? ഡൗട്ട് അടിക്കാണോ എന്നെ? അല്ല മഞ്ജു, ഞാൻ നിങ്ങളുടെ അടിമയൊന്നും അല്ല ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു യോഗ്യതയില്ല. പൊക്കോ, പോ ഇവിടുന്ന്. പോ, എനിക്ക് ഇവിടുന്ന് പോ. ഇന്ന് നിങ്ങളെ ഞാൻ പുറത്താക്കും ഇവിടുന്ന്. വാ മഞ്ജു, മഞ്ജു ഞാൻ പറയട്ടെ. പുറത്തു പോ. മഞ്ജു, എന്റെ അടുത്തേക്ക് വരാനുള്ള ധൈര്യം പോലും കാണിക്കരുത്. പൊക്കോ, പൊക്കോ, റൂമില് പോയി ഉറങ്ങാൻ നോക്ക്. ഈ രാത്രിയായിട്ട് എന്താണ് കൗശല വിളിക്കുന്നേ? എന്തിനാ ഈ രാത്രി വിളിക്കുന്നത്? ഞാൻ നിന്റെ വീടിന്റെ പുറത്തുണ്ട് ഡാർലിംഗ്. ഞാനിപ്പോ എന്ത് ചെയ്യണം പറ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. നീ എന്താ പറയുന്നത്? ഞാൻ വെറുതെ പറഞ്ഞല്ല. ഞാൻ പറയുന്നതിൽ വിശ്വാസം ഇല്ലെങ്കിൽ നീ ഒന്ന് ജനാല തുറന്നു നോക്ക്. വട്ടായോ നിനക്ക്? എനിക്ക് വട്ടായതിന് കാരണം ആരാ? ഇപ്പൊ ഇവിടെ രാജേഷ് ഉണ്ടായിരുന്നെങ്കിലോ? ഇപ്പൊ എന്ത് ചെയ്യായിരുന്നു? രാജേഷ് ഇവിടെ ഇരുന്നാ നമ്മൾ വേറെ റൂമിലോട്ട് പോയേനെ.
രാജേഷിന് പനി എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. രാജേഷ്, മോനെ രാജേഷേ. ഈ കിളവിക്കിപ്പോ എന്താ വേണ്ട? അറിയില്ല എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നേക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യും? മഞ്ജു, മഞ്ജു, മഞ്ജു. ഇപ്പൊ എന്താ ചെയ്യാ? രാജേഷ്, എന്താ അമ്മേ? മോനെ നീ ഇവിടെ നിന്റെ മുറിയിലല്ലായിരുന്നോ? അമ്മ, അത് മഞ്ജുന് ഒട്ടും വയ്യാന്ന്, അതുകൊണ്ട് ഞാൻ മറ്റേ റൂമിൽ ചെന്ന് കിടന്നത്. അവൾക്ക് തലവേദന ഉണ്ടായിരുന്നോ പെട്ടെന്ന്? രാജേഷ്, സത്യം പറ, അവളുടെ കൂടെ നീ പിന്നെയും വഴക്കുണ്ടാക്കിയോ മോനെ? ആ ഇല്ല അമ്മേ, എപ്പോഴും അങ്ങനെ ആരെങ്കിലും വഴക്കിട്ടോണ്ടിരിക്കുമോ അമ്മേ? മോനെ, എല്ലാം എന്റെ കയ്യിലുള്ള തെറ്റാ. ഈ ബന്ധം നിനക്ക് വേണ്ടിയാ ഞാൻ തെരഞ്ഞെടുത്തേ. വെറുതെ പറയാൻ പാടില്ല. നീ നിന്റെ ഫാമിലി നല്ല കൺട്രോളിലാണ് വെച്ചിരിക്കുന്ന. അവനത് മതി. നിനക്കൊരു കാര്യം അറിയോ? എനിക്കിന്ന് നിന്നോട് ഭയങ്കര ഇഷ്ടം തോന്നുക. എന്താ മഞ്ജു പ്രശ്നം? ഇന്നലെ നിങ്ങൾ രണ്ടുപേരും വേറെ വേറെ റൂമിലായിരുന്നല്ലേ? അമ്മ, എനിക്ക് തലവേദന എടുക്കായിരുന്നു. പിന്നെ രാജേഷ് ഭയങ്കരമായിട്ട് കോട്ടോ വിടുമായിരുന്നു. നോക്ക് മഞ്ജു, നിന്റെ വയസ്സിനേറ്റ പോലെ നീ ഒരുപാട് അങ്ങ് ചാടാതെ. ഇനിയും നിനക്ക് സമയമുണ്ട്. മര്യാദയ്ക്ക് നടന്നു, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് വരും. നിന്റെ കുടുംബത്തിന് നല്ലതുപോലെ നോക്കൂ. എനിക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ 4 ചുവരിനുള്ളിൽ ജീവിച്ച് മരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങളുടെ മോനോട് പോയി പറയ. ഇപ്പൊ അയാൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇതിന്റെ ഇടയിൽ വരുന്നത് അമ്മേ? നിന്റെ ശരീരത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന്. എന്റെ ദേഹത്ത് കൈവയ്ക്കണ്ട. ഇതെല്ലാം നിന്റെ തെറ്റാണ്. ചുമ്മാ ഓവറായിട്ട് കാണിക്കണ്ട്. എന്താ പറ്റിയെന്ന് വെച്ചാ പറ. കേൾക്കണോ? ഞാൻ അമ്മയാവാൻ പോവാ. എന്ത്? എന്റെ കുഞ്ഞാണോ അതോ രാജേഷിന്റെ ആണോ? കൊള്ളാലോ. നിനക്കെന്താ തമാശയായിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ എന്റെ ജീവൻ പോവാ. ചെവി തുറന്ന് കേട്ടോ, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട. അയ്യോ, എന്റെ ജീവിതം മുഴുവൻ എന്റെ അച്ഛന് വേണ്ടി കളഞ്ഞു. പിന്നെ ഇപ്പൊ ഈ ബോറിംഗ് ഭർത്താവ്. എനിക്ക് എന്റെ ജീവിതം എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കണം. അപ്പോഴാണ് ഈ കുഞ്ഞ്. ഒരിക്കലും ഇല്ല. ശരി, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കും. മഞ്ജു, എന്താ ഇത്? എന്തുറ്റി? നിങ്ങക്ക് വായിക്കാൻ അറിയില്ലേ? നീ ഇത് ആരോട് ചോദിക്കാതെ എന്തിനാ അബോർഷൻ ചെയ്തത്? അയ്യോ, കുഞ്ഞ് എന്റേതായിരുന്നു. ഞാനെന്തിനാ ആരോടെങ്കിലും ചോദിച്ചിട്ടൊക്കെ അബോർഷൻ ചെയ്യുന്നേ? ഞാനങ്ങ് ചെയ്തു. മഞ്ജു, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ധൈര്യം വന്നോ? നിങ്ങൾക്ക് എങ്ങനെ എന്റെ മേൽ കൈവയ്ക്കാൻ പറ്റി? നീ തെറ്റ് ചെയ്തിട്ട് അവന്റെ മേലിടുന്നോ? അമ്മേ, അവരുടെ നാടകമൊക്കെ മതി. അവരുടെ അപ്പനെ വിളിച്ച് ഇവിടെ നടക്കുന്ന ഓരോ കാര്യവും ഞാൻ ഇപ്പൊ പറഞ്ഞൊപ്പിച്ചേക്കാന്നേ. നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന് അവരുടെയൊക്കെ ഒരു വിചാരം. കാണിച്ചു തരാം ഞാൻ. ഒരു കാശിനും കൊള്ളാത്ത അവന് എത്ര ധൈര്യം വന്നു.
അത് എന്റെ മേലെ കൈവയ്ക്കാനായിട്ട്. എന്നെ എതിർക്കാൻ തക്കോണം അവന് എങ്ങനെ ധൈര്യം വന്നേ? കൗശൽ, ഇതിപ്പോ ഒരുപാടായി. ഇനിയിപ്പോ നമ്മള് ഒരുമിക്കേണ്ട സമയമായി കഴിഞ്ഞു. സത്യമാണോ? പക്ഷെ എങ്ങനെ? ഇതുവരെ അവൻ ചത്തില്ല. നിന്റെ ഹസ്ബൻഡ് ചത്തില്ലല്ലോ ഇതുവരെ. അതുകൊണ്ട് അപ്പ എന്താ നമ്മളെ രാജേഷ് മരിക്കാൻ വേണ്ടി കാത്തിരിക്കോ? ആ അയ്യോ, ആരെങ്കിലും ഉണ്ടോ? പുറത്തുനിന്ന് വാതിൽ തുറക്കോ. എന്താ ഇത്? ആരെങ്കിലും ഉണ്ടോ? ഇത് ആരാ പുറത്തുനിന്ന് പൂട്ടിയത്? നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? അപ്പോ രാജേഷ് രാജേഷ് എന്തു പറ്റി? രാജേഷ് അല്ല, എന്താ പറ്റി? എന്ത് നടക്കുന്നു? രാജേഷ് രാജേഷ് എന്താ പറ്റി? അമ്മ എന്താ പറ്റി? രാജേഷ്! 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 അമ്മേ! അമ്മേ! അമ്മേ, എണീക്കമ്മേ. സാർ, ഇവിടുത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും മോഷണം നടന്നിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ കാണാതായിട്ടുണ്ട് സാർ. മഞ്ജുജി, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കൂടെ അല്ലായിരുന്നു ഇവിടെ കിടന്നുറങ്ങിയത്? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എനിക്ക് നല്ല തലവേദനയാ. അപ്പോ ചെറിയ സൗണ്ട് വന്നാൽ പോലും എന്റെ ഉറക്കം പോവും. അതുകൊണ്ട് വേറെ റൂമിലാ ഉറങ്ങുന്നേ. പക്ഷെ ഇന്നിപ്പോ രാവിലെ എണീക്കുമ്പോ റൂം പുറത്തുനിന്ന് പൂട്ടിയേക്കുമായിരുന്നു. പിന്നെ പുറത്തേക്ക് വന്നപ്പോ ഇതാ കണ്ടത്. ശരി, നിങ്ങളൊന്ന് പുറത്ത് നിൽക്കുക. നിങ്ങൾ എന്തായാലും കണ്ടിരുന്നോ? സാർ, എന്റെ മോൻ അവൻ പാവമാണ് സാർ. സത്യത്തിൽ അവന് ഒരു ശത്രുവുമില്ല. പക്ഷേ അവന്റെ കല്യാണത്തിനെ പറ്റി അവന് വിഷമമുണ്ടായിരുന്നു. കല്യാണത്തെ കുറിച്ചുള്ള പ്രശ്നം എന്തായിരുന്നു? കല്യാണത്തിന് ശേഷം എന്താ സംഭവിച്ചേ? അവന്റെ ഭാര്യ മഞ്ജു, അവൾക്ക് അവനോട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അവൾ അവനെ ഒത്തിരി പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. സാർ, ഇതാ ഇവിടെ ഒന്ന് നോക്കിയേ സാർ. സാർ, ഇതാ ഇത് കണ്ടില്ലേ? ഇത് ചോരയാണെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യേ, ഇവിടെയുള്ള എല്ലാ ഫിംഗർ പ്രിന്റ്സും നീ ഇവിടുന്ന് മൊത്തത്തിൽ എടുത്തേക്ക്, കേട്ടോ? എനിക്ക് ഈവനിങ് തന്നെ എല്ലാത്തിൻ്റെ റിസൾട്ട് കിട്ടണം. ഇവിടെ തീർച്ചയായിട്ടും എന്തോ ഒരു പ്രശ്നമുണ്ട്. ശരി സാർ. വാപ്പോ. കൗശൽ, ഞാനിന്ന് ഭയങ്കര സന്തോഷവതിയാണ്. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇനി നമ്മൾ രണ്ടുപേരും ഒന്നാൻ വേണ്ടിട്ട് ആരും തടയില്ല. വാവ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നീ ഒരു ജീനിയസ് തന്നെയാ. പോലീസുകാരെ നല്ലപോലെ കൺഫ്യൂസ് ആക്കി കളഞ്ഞില്ലേ? അവർക്ക് നിന്നോട് ഒട്ടും സംശയമേ ഇല്ല. നോക്കിക്കോ, ഇപ്പൊ കേസ് തീർന്ന ഉടനെ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം. ഇവിടെ എന്താ നടക്കുന്നേ? നീ എന്റെ മകനെ കൊന്നു അല്ലേ? അവൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? അയ്യോ, നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അവൻ ഉപേക്ഷിച്ചിട്ട് പൊയ്ക്കൂടായിരുന്നോ? അവനൊരു പാവാണെന്ന് വിചാരിച്ച് നീ അവന് മുതലെടുത്തു. നിന്റെ ആഗ്രഹത്തിനും സുഖത്തിനും വേണ്ടി നീ എന്റെ മകനെ കൊന്നു അല്ലേ? ഇതെന്താ അസംബന്ധം പറയുന്നത്? ഇല്ല, ഇതൊന്നും പൊട്ടത്തരമല്ലല്ലോ. പറയാ ആരെന്ന്. ഈ ഹോട്ടലിൽ ഇയാളുമായിട്ട് നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഇത് എപ്പോഴാണോ നിന്റെ അമ്മായിയമ്മ നിന്റെ ഗുണത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ തന്നെ
ഞങ്ങൾ നിന്നെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള പരിപാടി അന്നേ തുടങ്ങിയതാ. അത് മാത്രമല്ല, ഞങ്ങൾ ഹോട്ടലിന്റെ പഴയ റെക്കോർഡൊക്കെ ചെക്ക് ചെയ്തതാ. അതുപോലെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഈ ഹോട്ടലിൽ വന്നപ്പോൾ ഞങ്ങൾ കണ്ടതാ. പിന്നീട് ഞങ്ങൾ കൗശലിന്റെ ഫിംഗർ പ്രിന്റ്സ് അതൊക്കെ അന്നേ കളക്ട് ചെയ്ത് വെച്ചതാ. കാരണം ഞങ്ങൾക്ക് അന്ന് അവന്റെ ഫിംഗർ പ്രിന്റ്സ് അതിൽ നിന്ന് കിട്ടിയതാ. അത് ആരുടെ കൂടെ മാച്ച് ആയിട്ടില്ലായിരുന്നു. ഇനി വാ, 2 എണ്ണം കൂടെ പോയി ജയിലിൽ കല്യാണം കഴിച്ചാൽ മതി. 2 എണ്ണത്തിനും വലിച്ചോണ്ട് പോ. എനിക്ക് വാ. വേണ്ട, വിടും. ഇല്ല, വാ, വാ. എന്നെ വിട്. എണീക്ക്. ആ, വിട് എന്നല്ലേ പറഞ്ഞെ. ആ, വിട്.